ഈ വീഡിയോ ഒരു സിമ്പിൾ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ പല മോട്ടറുകളുടെയൊക്കെ റേറ്റിംഗ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് കിലോ വാട്ടും കാണാറുണ്ട്. എച്ച് പി എന്ന് പറയുന്നതാണ്. എച്ച് പി എന്ന് പറയുന്നത് എന്താണ്? ഹോഴ്സ് പവർ. എന്താണ് ശരിക്കും ഹോഴ്സ് പവർ? എന്തുകൊണ്ടാണ് ആ പേര് വന്നതെന്നുള്ളൊരു കഥ പറയാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പവറിൻ്റെ പല വെർഷൻസ് നമ്മൾ വാട്ട്സ് കണ്ടിരുന്നു. ചില കേസുകളിൽ ഫുഡ് പൗണ്ട്സ് പെർ സെക്കൻഡ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ പല പല പേര്. പക്ഷേ ഹോഴ്സ് പവറാണ് അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള യൂണിറ്റ്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ 18-ാം നൂറ്റാണ്ടിൽ ജെയിംസ് വാട്ടാണ് അതിനെപ്പറ്റി ഈ സാരം ഡിസൈൻ ചെയ്തത്. അതായത് ജെയിംസ് വാട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ച പുള്ളിയാണ്. അപ്പോൾ ഈ പുള്ളി സ്റ്റീം എഞ്ചിൻ വിറ്റുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റീം എഞ്ചിൻ കൊണ്ട് പല ഉപയോഗം ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ട്രെയിൻ ഓടിക്കുന്ന ഉപയോഗം കൂടാതെ പല പരിപാടികളും ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഈ സ്റ്റീം എഞ്ചിൻ മേടിച്ച് കഴിഞ്ഞാൽ അത് എന്താണ് അത് എത്ര പവർ ഉണ്ടാവുമെന്ന് അറിയിക്കാൻ നമുക്ക് ഒരു മാർഗ്ഗം അന്നുണ്ടായിരുന്നുള്ളൂ. അന്ന് കുതിരകളെ വെച്ചായിരുന്നു അതിന് മുന്നേ ഉള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിപ്പോൾ മില്ലിലെ കേസുകളാണേലും അതേപോലത്തെ ഓട്ടത്തിനാണേലും നമ്മുടെ കുതിരകളായിരുന്നു അതിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്കും വാട്ടിനോട് പൊതുവേ അപ്പോൾ ആൾ ചോദിക്കും ഈ എൻജിൻ മേടിച്ച് കഴിഞ്ഞാൽ ഇതിൽ എത്ര പവർ ഉണ്ടെന്നുള്ള, അപ്പോൾ അല്ലെങ്കിൽ എത്ര കുതിരകളുടെ പവർ ഉണ്ടെന്നുള്ള ഒരു ഇത് ചോദിക്കുക, അല്ലെങ്കിൽ എത്ര കുതിരകളെ ഇത് മേടിച്ച് കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചോദിക്കും. അപ്പോൾ അതിനുള്ള ഉത്തരമാണ് പുള്ളി ഈ പറഞ്ഞ ഹോഴ്സ് പവർ എന്നുള്ളൊരു ഇതുണ്ടാക്കിയത്. ഇനി അതിനെ മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന പോലത്തെ ഒരു മെഷീൻ കണ്ടോ, അതിൻ്റെ അകത്ത് വെയിറ്റ് വെച്ചേക്കണ കാണാം. 550 പൗണ്ട് എന്ന് പറഞ്ഞ വെയിറ്റ് വെച്ചേക്കണ കാണാം. ഫുഡ് പൗണ്ട് വെയിറ്റ് വെച്ചേക്കണ കാണാം. അപ്പോൾ ഹോഴ്സ് അല്ലെങ്കിൽ കുതിരകൾ ആ വീലിൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ കറങ്ങുന്നു. ആ കറങ്ങുന്ന രംഗമാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ അത് കറങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഒരു കിണറിൻ്റെ ഒരു സെറ്റപ്പ് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഡ്യുവൽ ഗിയറൊക്കെ വെച്ചുള്ളൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കറങ്ങി ആ വെയിറ്റ് പൊങ്ങി വരും മുകളിലേക്ക്. അപ്പോൾ പുള്ളി നോക്കുമ്പോഴത്തേക്കും എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 550 പൗണ്ട്സ് 550 ഫുഡ് പൗണ്ട് പെർ വർക്കിൻ്റെ ടൈംസ് പറഞ്ഞാൽ 550 ഫുഡ് പൗണ്ട് പെർ സെക്കൻഡ് വെച്ചുള്ള വർക്കാണ് ഈ ഹോഴ്സ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളി അതിൽ നിന്ന് 1 ഹോഴ്സ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 550 ഫുഡ് പൗണ്ട്സ് പെർ സെക്കൻഡ് എന്ന്, അല്ലെങ്കിൽ 33,000 ഫുഡ് പൗണ്ട്സ് പെർ മിനിറ്റ് എന്നുള്ള രീതിയിലുള്ളൊരു ഡെഫിനേഷൻ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഹോഴ്സ് പവർ ഡിഫൈൻ ആയത്. ഇത് നമ്മൾ മോട്ടറിൻ്റെ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ മോട്ടറിൻ്റെ കേസിൽ ഒരു ഇമ്പോർട്ടൻറ്റ് 2 സാധനങ്ങളെന്ന് പറഞ്ഞാൽ ടോർക്കും RPM ആണ്. ടോർക്കും എന്ന് വെച്ചാൽ അതിനെ കറക്കാൻ ഉപയോഗിക്കുന്ന ശക്തിയും, പിന്നെ റെവല്യൂഷൻസ് പെർ മിനിറ്റ്, എത്ര കറക്കം പെർ മിനിറ്റ് നടക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. അപ്പോഴത്തേക്ക് ആ ഒരു സംഭവം കൂടി മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ഒരു മോട്ടറിനെ സംബന്ധിച്ചിടത്തോളം ആ മോട്ടർ എത്ര കുതിരകളെ റീപ്ലേസ് ചെയ്യാം എന്നുള്ളത് വേണമെങ്കിൽ ആ ഒരു ഐഡിയയിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി അവരൊരു ഫോർമുല, ഒരു സൂത്രവാക്യം ഉണ്ടാക്കി. ഹോഴ്സ് പവർ ഈക്വൽ ടു ടോർക്ക് ഇൻറ്റു സ്പീഡ്. അതായത് ടോർക്ക് പൗണ്ട് പെർ ഫീറ്റ് എന്നുള്ള ഇതിലാണ്. പൗണ്ട് പെർ ഫീറ്റ് അല്ല, പൗണ്ട് ഇൻറ്റു ഫീറ്റ്. അതാണ് ടോർക്കിൻ്റെ യൂണിറ്റ്. സ്പീഡ് RPM റെവല്യൂഷൻ പെർ മിനിറ്റാണ്. ഡിവൈഡ് ബൈ 5,252 അതാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഹോഴ്സ് പവർ US ഉണ്ടാക്കുന്ന മോട്ടോഴ്സിലൊക്കെ എന്തായാലും ഹോഴ്സ് പവറിലാണ് ചെയ്യുന്നതെങ്കിലും നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ കിലോ വാട്ടിൽ ഹോഴ്സ് പവർ രണ്ടും കൂടി എഴുതാറുണ്ട്. നമ്മൾ ഇൻസ്പെക്ടറേറ്റിൻ്റെ പോലത്തെ വർക്കൊക്കെ ചെയ്യുമ്പോൾ അതിൽ ഹോഴ്സ് പവറിലൊക്കെ കൊടുക്കാറുണ്ട് വാല്യൂ മോട്ടറിൻ്റെ കേസുകൾ. എന്നിട്ടത് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്തായാലും അത് കിലോ വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ കിലോ വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 0.746 ഇൻറ്റു HP വെച്ച് ചെയ്താൽ മതി. അതായത് ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. 25 HP മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18.65 കിലോ വാട്ടാണ്. ഇനി കിലോ വാട്ടിലുള്ള സാധനത്തിന് HP കൺവേർട്ട് ചെയ്യാൻ 1.34 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇത് വെച്ചൊക്കെ വേറെ പ്രോബ്ലംസ് ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ എന്താണ് ഈ ഹോഴ്സ് പവർ എന്നുള്ള ഒരു കഥ പറയാൻ ഉദ്ദേശിച്ചാണ് ഇത് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നും കൂടി ഒരു ഐഡിയ ഇല്ലാത്തവർക്കൊരു ധാരണ ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ കാണാം ഒരു പൈപ്പ് റഞ്ച് വെച്ചിട്ട് ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ദൃശ്യം ഇതിൻ്റെ അകത്ത് കാണാം. അപ്പോൾ നമ്മളതിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ യൂണിറ്റ് പൗണ്ടായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി ആദ്യം കൈ ഇവിടെ പിടിച്ചേക്കുന്നത്, അതായത് ആ ഒറിജിനൽ സ്ഥലത്തു നിന്ന് ഒരു ഫീറ്റ് മാറിയിട്ടൊരു സ്ഥലത്ത് പിടിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ചിത്രത്തിൽ
അതേ ഫോഴ്സ് വെച്ച് 2 ഫീറ്റിൽ മാറി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിൽ നമ്മൾ പ്രാക്ടിക്കലി ഇത് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതായിരിക്കും കൂടുതൽ ഫോഴ്സ് അനുഭവപ്പെടുക? നമ്മൾ ഏറ്റവും ദൂരെ പിടിച്ചേക്കണമായിരിക്കില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ലിവറേജ് കൂടുതൽ കിട്ടും നമുക്ക്. ദൂരെ പിടിച്ചിട്ട് ഇത് കറക്കുമ്പോൾ നമുക്ക് അടുത്ത് പിടിക്കുന്നവരെ നമുക്ക് കറക്കാനുള്ള ശക്തി കൂടുതൽ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അത്രയും പവർ നമുക്ക് കിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഫോഴ്സും നമ്മുടെ ഈ ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സ്ഥലത്തിൽ നിന്നുള്ള ആ ഡിസ്റ്റൻസിനെ റേഡിയസ് എന്ന് വിളിക്കാം. അപ്പോൾ ആ റേഡിയസും തമ്മിലുള്ള ഒരു ആകെത്തുകയാണ് ശരിക്കും പറഞ്ഞാൽ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ റേഡിയസ് കൂടുന്നതനുസരിച്ച് ടോർക്ക് കൂടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു ഐഡിയ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ ഈ നമ്മൾ കൈ ദൂരെ പിടിക്കുന്നതോറും, അതായത് റേഡിയസ് കൂടുന്നതോറും ഫോഴ്സ് ഇൻക്രീസ് ആവുന്നു എന്നുള്ള, അല്ലെങ്കിൽ ടോർക്ക് ഇൻക്രീസ് ആവുന്നു എന്നുള്ള കേസും കൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നെ അതുകൂടാതെ നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സും ഡിസ്റ്റൻസും തമ്മിലാണ്. അതായത് ഉദാഹരണത്തിനൊരു പൗണ്ടിലെ വസ്തു നമ്മളൊരു ഫീറ്റ് മുകളിലേക്ക് പൊക്കാൻ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഇത്ര ഡിസ്റ്റൻസ് പൊക്കാൻ ഉപയോഗിക്കുന്നു. ആ ഒരു ഇതിനാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു ഇതിനെ വർക്ക് എന്ന് പറയുന്നത്. വർക്ക് ഡിവൈഡ് ബൈ ടൈമാണ് നമ്മുടെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ എത്ര സമയം കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ വർക്ക് ചെയ്തു, അതാണ് നമ്മുടെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ പവറിൻ്റെ ബാക്കിയുള്ള കേസുകളാണ് അതായത് നമ്മളിപ്പോൾ നേരത്തെ ഹോഴ്സിൻ്റെ കേസിൽ കണ്ടില്ലേ, ഹോഴ്സ് ഒരു സാധനം ലിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ലിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പവർ, അതെന്ന് വെച്ചാൽ ഒരു വർക്ക് ഇത്ര ടൈം കൊണ്ട് നമ്മൾ ചെയ്തു തീർക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ റിലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കൺസെപ്റ്റുകൾ കൺഫ്യൂഷൻസ് വരില്ല. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്, ബേസിക്സാണ്. ജസ്റ്റ് ജനറലി അറിയാത്തവർക്കായിട്ട്, ഫ്രഷേഴ്സിനൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളത്. നമ്മളൊരു ബേസിക് ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഈ ഒരു ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം.